പിന്നീട് അത് നിർത്തുകയത്. അന്ന് ഈ വീക്ഷാഗോപുരം വായിക്കരുതെന്ന് സൺഡേ സ്കൂളിൽ നിന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് ആ പുസ്തകമായി ഞാൻ ഈ വീക്ഷാഗോപുരത്തിന്റെ ഇത് വായിച്ചിട്ട് ഒരു കാര്യം ചോദിച്ചപ്പം അത് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ തെറ്റിപ്പോവും, വിശ്വാസത്തിൽ തെറ്റിപ്പോകാൻ സാധ്യതയുള്ള സാധനമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരിക്കലും ഇത് സാധിച്ചിട്ടില്ല. അത് ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു ഇതായിട്ട് കിടന്നിരുന്ന ഒരു സാധനമാണ്. ഈ ബൈബിളിൽ ഈ 66 പുസ്തകത്തിൽ നിന്നുകൊണ്ട് നമുക്ക് യേശുക്രിസ്തു ഒരു ഒരു സർവശക്തനായ ദൈവമാണെന്നും ഈ തൃത്വവും തെളിയിക്കപ്പെടാൻ സാധിക്കാത്തതാണെന്നുള്ളത് അത് നേരത്തെ പോലെ എനിക്ക് ബോധ്യപ്പെട്ടില്ല. അവന് കുഴച്ചായന്റെ അഭിപ്രായത്തിൽ ഞാൻ കുഴച്ചായോട് വാദിക്കുമെങ്കിലും കുഴച്ചായന്റെ ആ ബൈബിളിൽ നിന്നുകൊണ്ട് ആ ആശയം അതാണ് ശരി എന്നുള്ളത് അറിയാവുന്ന ഒരാളാണ്. കാരണം ബൈബിളിൽ അതിനപ്പുറത്തേക്ക്, ഈ പുസ്തകത്തിനകത്ത് അതിനപ്പുറത്തേക്കുള്ളൊരു അവകാശവാദം ഇല്ല. അത് ക്രിസ്തുവ ശിഷ്യന്മാരോ ലേഖനങ്ങളിലോ ഇതിലോ ഒന്നും അത്തരം ഒരു അവകാശവാദം മുമ്പോട്ട് വെക്കുന്നുമില്ല. അത് പിന്നീട് ഇവര് കത്തോലിക്കര് അപ്പസ്തോലിക സഭകള് പിതാക്കന്മാരുടെ ഇത് ഉദ്ദേശിച്ച് സുന്നതദോസുകൾ ചേർന്ന് കൂടി തീരുമാനിക്കപ്പെട്ട സംഗതിയാണ് എന്നും, പെന്തക്കോസ്തുകാര് എന്ന ബൈബിൾ മാത്രമേ ഞങ്ങൾ വിശ്വസിക്കുന്നതെന്ന് പറയും. ഈ തൃത്വവിശ്വാസം സുന്നതദോസിൽ നിന്ന് എടുത്തതാണെന്നുള്ളത് അതൊരു വിരോധാഭാസമായിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആ കാര്യം ചോദിച്ചത്. അല്ല കുരുളച്ച, അതിൻ്റെ അകത്ത് സന്തോഷ വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഹരിബ്രദർ വിശാഖോപുരം വായിക്കാത്തത് കൊണ്ട് തെറ്റിപ്പോകാതെയും വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതിലും അതിന് ഒരു സന്തോഷകരമായ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്. അല്ല, അത് എന്റെ കൃത്യമായിട്ട് കയ്യിൽ വായിച്ചാൽ അന്നേരം ഫോൺ താഴെ പോയി. അല്ല, അത് പറഞ്ഞപ്പോ എന്റെ എനിക്കിപ്പോഴാ കയ്യിൽ ഫോൺ മനസ്സിലായി. തെന്നിപ്പോയി. എനിക്ക് സംഭവം ഇപ്പൊ മനസ്സിലായത്, അത് വായിക്കാത്തതുകൊണ്ട് തെറ്റിപ്പോവാതെ ഉറച്ചു നിൽക്കുന്നു. തെറ്റിപ്പോകാതെ ഇപ്പോഴും വിശ്വാസത്തിൽ മുറുകെ പിടിച്ച് എനിക്കതിന് അവസരം കിട്ടിയില്ല. അല്ല, അത് എന്റെ കൃത്യമായിട്ട് ഡേവിഡ് ബ്രദറെ, ഈ പറഞ്ഞ യേശു ക്രിസ്തു സർവശക്തനായ ദൈവമാണെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? ഒട്ട് തെളിയിക്കാൻ കഴിയുന്ന അച്ഛാ, കാര്യവുമല്ല. അന്ന് ഞാനൊരു വാക്യം വെളിപാടിന്റെ എടുത്തുകൊണ്ട് വന്നപ്പം, അല്ലെങ്കിൽ ആദം ബ്രദറും എടുത്തെന്ന് തോന്നുന്നു, അത് ആ ഡിബേറ്റിന്റെ സമയത്ത് അച്ഛൻ എന്തിനാണ് പിന്നെ പുതിയ നിയമത്തിന്റെ വാക്യം എടുത്തപ്പോൾ മറ്റേ ഹീബ്രുവിൽ പോയത്? പുതിയ നിയമത്തിന്റെ മൂലഭാഷ ആ ഗ്രീക്ക് അല്ലേ? പറയാം. ഒരു മിനിറ്റ് അതൊരു മൂലഭാഷ. വഞ്ചനയല്ലേ, കൊടിയ വഞ്ചനയല്ലേ അച്ഛൻ അല്ലല്ല, ചെയ്ത്? വഞ്ചനയല്ല. നിങ്ങൾ അതിന്റെ ലോജിക്ക് മനസ്സിലാക്കിയില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പറയാം. ഈ ഗ്രീക്കിലാണ് എഴുതിയിരിക്കുന്നത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കൂരിയോസ് എന്നുള്ള പദമാണ്, ആണല്ലോ ആന്നു. ഗ്രീക്കിൽ. ഈ കുരിയോസ് എന്നുള്ള പദം ആർക്കെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട് ബൈബിളിൽ? നീ അത് പറ. ഗ്രീക്ക് എടുക്കാൻ നമുക്ക് ആർക്കെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്? ജോണിച്ചാന് കോള് വന്നു. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ, അത് എന്റെ കയ്യിൽ നിന്ന് ആ ഒരു പിന്നെ എന്റെ ആ ഫേസ്ബുക്ക് പോലും ഫേസ്ബുക്കുകാര് ബ്ലോക്ക് ചെയ്തതാണ്. ഒരു പക്ഷെ ചിലപ്പോൾ എവിടെയെങ്കിലും തപ്പിയാൽ കിട്ടുമായിരിക്കും. എന്റെ ഇതിനകത്ത് പിന്നെ ട്രൂ ഡിസൈപ്പിൾസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിലുണ്ടായിരിക്കും ഒരു പക്ഷെ. കൂരിയെ, കൂരിയോസ്, കൂരിയോൺ, കൂരിയോ എന്നിങ്ങനെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന് മാത്രം ഉപയോഗിക്കുന്നതോ എന്ന് ഞാൻ ചോദിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. കർത്താവെ എന്ന് വിളിക്കപ്പെട്ടവരെല്ലാവരും ദൈവങ്ങളോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ മുസ്ലിം സഹോദരൻ, ഒരു കക്ഷി എനിക്ക് ഒരു മുസ്ലിം സഹോദരൻ എടുത്തുകൊണ്ട് പോയിട്ട് അത് പോസ്റ്റ് ആക്കിയായിരുന്നു. പലരും എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. മനസ്സിലായോ? അതിനകത്ത് ഞാൻ ഈ പറഞ്ഞ പദം ഓരോന്നും എത്ര പ്രാവശ്യം വീതം ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മൾ എടുത്തു കാണിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടതാണ്. സമയമെടുത്ത് ഞാൻ ഏത് പരിശോധിച്ച് വചനമായിരുന്നു വെച്ചാ കൊണ്ടുവന്നത്? അത് ഞാൻ കുരിയോ, കുരിയോൺ, കൂരിയോസ്, അല്ല, കുരിയോസ് അതല്ല, ഓരോന്നും ഇപ്പൊ ഡിബേറ്റിൽ ഏതായിരുന്നു കൊണ്ടുവന്നത്? അതായത് നമ്മുടെ വെളിപ്പാട്. വെളിപ്പാട് 1:8 അവിടെ പിന്നെ അത് ഒരു മിനിറ്റ് ഞാൻ ഒന്ന് തുറന്നോട്ടെ. അവിടെ ഗ്രീക്കിൽ എഴുതിയിരിക്കുന്നത് അത് എത്രയേ ഉള്ളൂ. ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. മനസ്സിലായോ? ഇത്രയും സുശക്തവും സുവ്യക്തവും സുദൃഢവുമായിട്ട് അവിടെ എഴുതിയിരിക്കുമ്പോൾ ആ അതിനെ നമുക്ക് എങ്ങനെ കണ്ടില്ല നടിക്കും? അത് ആരെ കുറിച്ചാണെന്ന് നിങ്ങൾ എങ്ങനെ തെളിയിക്കും? യേശുക്രിസ്തുവിനെ കുറിച്ചാണെന്ന് നിങ്ങൾ എങ്ങനെ തെളിയിക്കും? വരാനിരിക്കുന്നവനെ അത് പറ്റി കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്. വരാനിരിക്കുന്ന യേശുക്രിസ്തു അല്ലാതെ പിന്നെ ആര്? ആണോ? ആ, ആണോ?
ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. അതിനൊക്കെ വാക്യം തന്നാ. പിതാവ് വരുമോ എന്ന് ചോദിച്ചതിന് വരുമെന്നുള്ളതിന് വാക്യവും തന്നാ ഞാൻ റെഫറൻസ് ചെയ്യുന്നത്. അതറിയാമോ? അതുണ്ട്. അറിയത്തില്ല. ആ അപ്പൊ ശ്രദ്ധിക്കണം. ഞാൻ അതാണ് പറയുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ സദൃശവാക്യങ്ങൾ 18:13 ഒന്ന് വായിക്കുന്നത് നന്നാണ്. മനസ്സിലായോ? സദൃശവാക്യങ്ങൾ 18:13 നല്ലൊരു വാക്യമാണ്. നമ്മളൊരു ചർച്ചകളിൽ പോകുമ്പോൾ ഒരാളുമായി സംസാരിക്കുമ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വാക്യമാണ്. ഫഹദ് അത് തപ്പുന്നുണ്ടോ? അല്ല ഞാൻ ഇപ്പം പറയും വിചാരിച്ച് കാത്തിരിക്കുക. തപ്പണേ അത് തപ്പാം. അല്ല. അപ്പം ഇവിടെ ഈ പറഞ്ഞ വാക്യത്തിൽ ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നുവെന്ന് സർവശക്തിയുള്ള ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ഇങ്ങനെയാണല്ലോ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. ഈ അതെ അതെ സർവശക്തിയുള്ള ദൈവമായ കർത്താവ് യേശുക്രിസ്തുവാണെന്ന് നിങ്ങൾ ഉറപ്പിക്കാൻ നിങ്ങൾ അതിനകത്ത് എടുക്കുന്ന വരുന്നവൻ എന്നുള്ള വാക്യമാണ്. ഇല്ലേ? ആ ആ പ്രയോഗത്തിൽ നേരത്തെ പറഞ്ഞ ആശ്രയിച്ചാൽ വചനം ഒന്ന് പറഞ്ഞാ. വെളിപ്പാട് 1:8. അതല്ല അല്ല മറ്റേ റെഫർ ചെയ്യാം. സദൃശവാക്യത്തിലെ അല്ലല്ല, അല്ല അത് സദൃശവാക്യം 18:13. അത് 18:13 എന്താ അത് വിഷയം എന്താന്ന് പറഞ്ഞിട്ട് പോച്ചാ. ഒന്ന് വായിച്ചു കൺഫ്യൂഷൻ ആക്കില്ല നോക്കിക്കേ. ആളുകൾക്ക്. എല്ലാവരും കേൾക്കാൻ ഒന്ന് അത് വായിച്ചേ. നമ്മളെല്ലാം ശ്രദ്ധിച്ച് സദൃശവാക്യം കേൾക്കണമെന്നുള്ളതിനെ പറ്റിയാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഞാൻ വായിച്ചില്ല. ഒന്ന് വായിച്ചു നോക്കിക്കേ. ആ വാക്യം ഭാഗം ഒന്ന് ഉറക്കെ വായിച്ചത്. ഒരു സെക്കൻഡ്. സദൃശവാക്യങ്ങൾ 18:13. 18 13. ഓക്കെ. കേൾക്കും മുമ്പേ ഉത്തരം പറയുന്നവന് അത് ഭോഷത്വവും ലജ്ജയും ആയിത്തീരുന്നു. മതി. ഇപ്പൊ മനസ്സിലായോ? അപ്പം എന്താണ് കേൾക്കും മുമ്പേ? അതുപോലെ തന്നെ യാക്കോബിന്റെ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്. കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും ഉള്ളവരായിരിക്കണം എന്നൊരു വാക്യമുണ്ട്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ. അടിപൊളിയത്. ആ ആ അതില്ലാത്ത അപ്പം നമ്മൾ വലിയ എതിർഭാഗത്തിരിക്കുന്ന ഒരാൾ പ്രശ്നമാണ് പലർക്കും. എതിർഭാഗത്തിരിക്കുന്ന ആള് പറയുന്നത് എന്താണെന്ന് സൂക്ഷ്മതയോടെ ശ്രദ്ധിക്കുകയും ആ പറഞ്ഞതിന് മറുപടി പറയുകയും ചെയ്യണം. അപ്പൊ നമ്മള് അത് കേട്ട് കഴിഞ്ഞ് അത് നമുക്ക് ബോധ്യം വന്ന ശേഷം ഇയാൾ പറഞ്ഞത് ഇങ്ങനെയാണെന്ന് കൃത്യമായി ഉറപ്പിച്ച ശേഷമേ അയാളോട് റെസ്പോണ്ട് ചെയ്യാവൂ. അതല്ലാതെ നമ്മള് ഈ ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് വേറെ എന്തെങ്കിലും തപ്പിക്കൊണ്ടിരിക്കുകയും ചാടി കയറി എന്തെങ്കിലും പറഞ്ഞാൽ അത് പിന്നെ അവഹേളനമാണ്. ഇല്ലേ? സ്വയം അവഹേളിക്കുന്നതാവത്തില്ലേ? ഇനി വെളിപ്പാട് പുസ്തകത്തിലേക്ക് ഞാൻ വരിക. വെളിപ്പാട് 1:8 വാക്യം. അവിടെ വരാനിരിക്കുന്നവൻ അല്ലെങ്കിൽ വരുന്നവൻ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു പ്രയോഗത്തിൽ ആശ്രയിച്ചിട്ട് ഇത് യേശുക്രിസ്തുവാണെന്ന് അവകാശപ്പെടുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇതൊക്കെ അവിടെ വിശദീകരിച്ചെങ്കിലും പറയാം. വെളിപ്പാട് 1:4 ഒന്ന് വായിച്ചേ ജോണി ബ്രദറെ. അവിടെ എന്തോ എഴുതിയിരിക്കുന്നത്? വെളിപാടിന്റെ ഞാൻ വായിക്കാനൊക്കത്തില്ല. 1:4 ഓക്കെ, അച്ഛൻ അങ്ങ് വായിച്ചോ. ഭാഗത്തെ ഒന്ന് വായിക്കാമോ? ആ വെളിപ്പാട് 1:4. ആ അതും ഇതുമായിട്ട് ബന്ധം. പക്ഷെ അവിടെ സർവശക്തി എന്നുള്ള വാക്കില്ല. അതായിരിക്കും അച്ഛൻ പറയുന്നത്. അതാണോ? പിന്നെ അത് ഇതാണ് വായിച്ചാണ്. ശ്രദ്ധിക്കാന്ന് പറയുന്നത്. നിങ്ങൾ പിടിച്ച പ്രയോഗം വരാനിരിക്കുന്നവൻ എന്നാണ്, വരുന്നവൻ ആ എന്നുള്ളതാണ്. ആണോ? ആ ആന്നു. ആണ്. ആ ബാക്കിയെല്ലാം ഞാൻ മാറ്റി വെച്ചു. ഇപ്പൊ ആ വരുന്നവൻ എന്ന് പറഞ്ഞിരിക്കുന്ന പ്രയോഗമാണ്. ആ ആ കർത്താവിന്റെ ഇനി രണ്ടാം വെളിപ്പാട് വരവിനെ പറ്റി. 1:4 എടുക്ക്, വായിക്ക്. 1:4. ഉം. ഓക്കെ. യോഹന്നാൻ ആസ്യയിലെ 7 സഭകൾക്കും എഴുതുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവങ്കൽ നിന്ന് അവൻ്റെ സിംഹാസനത്തിന് മതി. മുമ്പുള്ള 7 ആദ്യത്തെ ആത്മാക്കളുടെ. സ്റ്റെപ്പ് എന്താണ്? ഒരു മിനിറ്റ് ഭാഗത്തെ നിർത്തി. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ഇരിക്കുന്നവനും ഇരിക്കുന്നവനും ഇരുന്നവനും ഇരുന്നവനും വരുന്നവനുമായവങ്കിൽ നിന്നും. ഉം, അപ്പൊ ഒരാളുടെ കാര്യം വന്നവിടെ ഇല്ലേ? അതെ, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവൻ എന്ന് പറഞ്ഞ എങ്കിൽ ഒരാളെ നിന്നും കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. അവൻകൽ നിന്നും. ഇനി അടുത്തത് അവൻ്റെ സിംഹാസനത്തിന് മുമ്പുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും. അപ്പം ഇവിടെ അടുത്ത സെക്ഷനിൽ വന്നിരിക്കുന്നത് 7 ആത്മാക്കളെ കുറിച്ചാണ്. ആ 7 ആത്മാക്കൾ എവിടാണ്? ഈ അവൻ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവന്റെ സിംഹാസനത്തിന്റെ മുമ്പിലുള്ള മുമ്പിലാണ്. 7 ആത്മാക്കൾ. 7 ആത്മാക്കൾ. അതെ. ഇനി അടുത്തത് ആരെ കുറിച്ചാ പറയുന്നത് നോക്കി. വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും രാജാക്കന്മാർക്ക് അധിപതിയും ആയ യേശു ക്രിസ്തുവിങ്കൽ നിന്നും
നിങ്ങൾക്ക് വ- കൃപയും സമാധാനവും വളരെ ഉണ്ടാവട്ടെ. വ്യക്തമല്ലേ? ആ അപ്പം ഇടയ്ക്ക് കയറാതെ ചോദ്യം പറഞ്ഞേ. അപ്പൊ ഇവിടെ 3 കൂട്ടരെ കുറിച്ച് പറഞ്ഞു. ഒന്ന്, ഈ സിംഹാസനത്തിൽ ഇരിക്കുന്നവനും ഇരുന്നവനും ഓ വരുന്നവനുമായവൻ. രണ്ടാമത്തേത് അവന്റെ സിംഹാസനത്തിന് മുമ്പുള്ള 7 ആത്മാക്കൾ. അത് കഴിഞ്ഞ ശേഷമാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്രയും പേരുടെ പക്കൽ നിന്നുള്ള കൃപയും സമാധാനവുമാണ് അവിടെ ആശംസിക്കുന്നത്. അപ്പൊ 4-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവൻ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവാണോ? കോമ കൊടുത്ത് പോകണം. അപ്പൊ ഇത് ഞാൻ പറഞ്ഞത് ഇത് ആദ്യം സിംഹാസനസ്ഥനായ ആ ഒരുവനെ കുറിച്ചാണ് പറഞ്ഞത്. അവൻ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമാണ്. ഉറപ്പായോ? ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായെങ്കിൽ നിന്നും. അപ്പം ഈ വരുന്നവൻ അങ്ങനെ എന്ന് പറയുമ്പം ഒരാളെ കുറിച്ച് ആദ്യം പറഞ്ഞു. അങ്ങനെയുള്ള ഒരാളെ കുറിച്ച് ആദ്യം പറഞ്ഞു. അതെ, അത് പറഞ്ഞു. നമുക്ക് വേറെ വേറെ, പക്ഷെ അതെല്ലാം ഇത് ഒരാളെ പറ്റിയല്ലേ അച്ഛാ? വരുന്നവനുമായെങ്കിൽ നിന്നും അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല ജോണിച്ച. ഇത് കേക്ക്. പക്ഷെ ഇവിടെ ആരുടെയൊക്കെ പക്കൽ ഈ നിന്നുള്ള വരുന്നവൻ ഞാൻ ആരാണ് ചോദിക്കട്ടെ, അപ്പോ? വെയിറ്റ് ചെയ്യേ, ഞാൻ ചോദിക്കട്ടെ. ഇവിടെ ഇപ്പം ആരുടെയൊക്കെ പക്കൽ നിന്നുള്ള വന്ദനമാണ് പറയുന്നത്, കൃപയും സമാധാനവുമാണ് പറയുന്നത്? അത് നിങ്ങൾ തന്നെ പറയും. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായെങ്കിൽ നിന്നും, അതേപോലെ അവൻ്റെ സിംഹാസനത്തിന് മുമ്പുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും, പിന്നെ യേശുക്രിസ്തുവിന്റെ പക്കൽ നിന്ന്. പിന്നെ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് യേശുക്രിസ്തുവിങ്കിൽ നിന്നും ആണോ? അതെ, അപ്പൊ ഇത് ഈ 4-ാം വാക്യത്തെ പറഞ്ഞത് യേശുക്രിസ്തുവിനെ കുറിച്ചാണോ?